ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് രഹ്ന. ഞാൻ ബൺമസ്ക ബിസിനസ്സിലോട്ട് എത്തിയത് എങ്ങനെയാ, അല്ലെങ്കിൽ എന്നെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നവംബർ 23-നാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞു. 2 മാസം അടുപ്പിച്ചാവാറായി. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഈ ഒരു ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ Q&Aയിൽ കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെയും ചാനലിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള വീഡിയോസിൽ ഞാൻ കൂടുതലും ഷോർട്സ് ആണ് ഇടാറുള്ളത്. അപ്പോൾ ഈ ഷോർട്സിൽ ഒരുപാട് ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ. ആ ഒരു കമൻസിനൊക്കെ റിപ്ലൈ തരുന്നതിന് മുന്നേ ആയിട്ട് എന്നെപ്പറ്റി ആദ്യം പറയാം. എനിക്കിപ്പം 23 ഇയേഴ്സ് ആണ്. ഞാൻ എൻ്റെ PG കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു ജോബ് മേടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ആ ഒരു ജോബിന് വേണ്ടി പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ആ ടൈമിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ജോബിൽ ആ ഒരു 1 ഇയറിനുള്ളിൽ എപ്പോഴെങ്കിലേ വിളിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ PG കഴിഞ്ഞിട്ട് ഒരു 2 മാസമൊക്കെ ആയപ്പോഴാണ് എനിക്ക് ആ ഒരു ജോലി കിട്ടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. കാര്യം അത്രയും നാളും ഇങ്ങനെ ഒരു റുട്ടീൻ പോലെ ഇങ്ങനെ പഠിച്ചു വരികയായിരുന്നു. +2 ഡിഗ്രി PG. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു സാലറി ഉള്ള ഒരു ജോബ്. ഞാൻ ഓൾറെഡി എൻ്റെ ഷോർട്സിൽ ഞാനൊരു ചിക്കൻ കറി വെക്കുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ഈ ഒരു സ്റ്റോറി ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു റൂട്ട് പോകാൻ വേണ്ടി ഇരുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിലോട്ട് വരണം എന്നൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഓഫർ ലെറ്റർ അയച്ചപ്പോൾ അതിൽ 1 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും അവർ വിളിക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 3-4 മാസമൊക്കെ വെയിറ്റ് ചെയ്തു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ വീട് വരുന്നത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. അത് ഞാൻ ആദ്യം പറയാം. കുറേ പേര് ഷോർട്സ് ഇടാൻ നേരത്ത് അതിൽ കമൻറ്റ് വന്ന് ചോദിക്കും, ഇത്താടെ വീട് കറക്റ്റ് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മച്ചിയും കൂടെ ട്രിവാൻഡ്രത്ത് നിന്ന് മൂവാറ്റുപുഴയുള്ള എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ആലോചിച്ചു, എന്തേലൊക്കെ ചെയ്യണം, ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല, എന്തേലൊക്കെ ചെയ്യണം. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എനിക്ക് ആ ഒരു ജോബിന് പോകണം. അപ്പം ആ ഒരു ജോബിന് പോണതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ജോബ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ചെറിയൊരു ടേമിലോട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണമല്ലോ. അങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഐഡിയ 2020 തൊട്ടേ എനിക്കൊരു ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു യൂട്യൂബ് തുടങ്ങണമെന്നുള്ളത്. പ്രത്യേകിച്ചും എൻ്റെ ഉമ്മച്ചിയൊക്കെ എപ്പോഴും പറയും, യൂട്യൂബ് തുടങ്ങുന്ന എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. 2022 ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നും അത് ആർക്കും അറിഞ്ഞൂടാ. എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയാവൂ, വേറെ ആർക്കും അറിഞ്ഞൂടാ. എൻ്റെ ഫ്രണ്ട്സിനും ആർക്കും അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ അന്ന് 2022 എൻ്റെ ഉമ്മച്ചിയുടെ ഫോണിലാണ് ഞാൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഞാൻ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഹിജാബ് ട്യൂട്ടോറിയലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ആകെ ഒരു 4 വീഡിയോ ആണ് ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് നിർത്തി. ഞാൻ ഇങ്ങനെ ഉമ്മച്ചിയെടുത്ത് പറഞ്ഞു, ഇതൊന്നും നമുക്ക് പറ്റുന്ന പണിയല്ല, നമ്മുടെ ഈ ചാനൽ കാണാൻ ആരും ഇല്ല, വെറുതെ സമയം പോക്കാണ്. സമയം കളയാൻ വേണ്ടിയിട്ട്. അന്ന് ഓൾറെഡി കോവിഡ് ടൈമൊക്കെ ആയിരുന്നു. വീട്ടിൽ വെറുതെ ചൊറിയും കുത്തി ഇരുന്നപ്പോഴാണ് അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, നമ്മളെ ആവശ്യമായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതിനെക്കാട്ടിയൊക്കെ ഉപരി എനിക്ക് ഭയങ്കര ചമ്മലാണ്, നാണക്കേടായിരുന്നു. അതായത് എന്നെ അറിയാവുന്നവർ ആ വീഡിയോസ് കണ്ടാലോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, എന്നെ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ആ വീഡിയോ കണ്ട് എന്ത് വിചാരിക്കും എന്നെപ്പറ്റി, അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തുടങ്ങിയില്ല. ഇപ്പോൾ ഒട്ടുമിക്കത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ പേർക്ക് ആഗ്രഹമുണ്ട് യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണമെന്ന് കുറേ പേർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആരും ആവാത്തതിൻ്റെ കാരണം, അറിയാവുന്നവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടല്ലേ ആണ്. ഞാനും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇതുവരെ ഒന്നും തുടങ്ങാതിരുന്നത്. അങ്ങനെ PG കഴിഞ്ഞ് നിന്ന സമയത്ത് ഞാൻ ഇത്രയും നാൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ഈ പഠനത്തിൽ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച് മാർക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മേടിച്ചിട്ടും പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം ഉണ്ടെന്ന് തോന്നാത്തതിൻ്റെ റീസൺ, ഞാൻ ഈ ഒരു ഡിഗ്രി PG അങ്ങനെ പഠിച്ച് പോയത് കൊണ്ട് തന്നെ ഇനിയും കുറേ പഠിച്ചാൽ മാത്രമേ എനിക്കൊരു ജോബ് കിട്ടത്തുള്ളൂ, നല്ലൊരു ജോബ്. അപ്പോൾ അതിനിനി കുറേ ടൈം എടുക്കും. അപ്പോൾ അത്രയും ടൈമും അതിന് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ചാനലും കൂടെ തുടങ്ങാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. കൂടുതലും ഈ ഒരു സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു PG കഴിഞ്ഞ് നിന്ന് എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു PGക്ക്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതിൻ്റെ ഒരു പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആയിരിക്കും. അതായത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഇടാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഈ ഒരു ചാനൽ തുടങ്ങുന്നത്.
ഈ ഒരു ചാനലിൻ്റെ പേര് റിനുവേഴ്സ് എന്നാണ്. റിനുവേഴ്സ് എന്ന് ഞാൻ ഇടാൻ കാരണം റിനു പ്ലസ് യൂണിവേഴ്സ്, റിനുവേഴ്സ്. ഇതിൽ ഞാൻ തുടങ്ങിയപ്പോൾ ഇതിൽ എബൌട്ടിലൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള കാര്യമാണ് ഞാൻ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും സ്റ്റഡിയും പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. അതായത് ഇപ്പം ഞാൻ ഈ ഒരു 23 ഇയേഴ്സിനുള്ളിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുള്ളത് റിലേറ്റഡ് ടു സ്റ്റഡീസാണ്. അതായത് എനിക്ക് വന്ന മണ്ടത്തരങ്ങളും അതേപോലെ എങ്ങനെയാണ് ഞാൻ ഈ ഒരു റാങ്കിലോട്ട് എത്തിയത്, അതേപോലെ എൻ്റെ സ്റ്റഡി റുട്ടീൻസ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ, ഒരു ചാനൽ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കുറേ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഇപ്പോൾ +2 ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതലും അങ്ങനത്തെ കണ്ടന്റ് ആകുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും, അവർ കൂടുതൽ കാണുകയും ചെയ്യും എന്നെനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. അങ്ങനെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടത് ഇതേപോലെ ഒരു സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ, അങ്ങനെയൊക്കെ പറയാം, ആ ഒരു ടൈപ്പ് വീഡിയോ ആണ് ഞാൻ ആദ്യം ഇട്ടത്. അങ്ങനെ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിങ്ങനെ ഞാനും എൻ്റെ ഉമ്മച്ചിയും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും, ഞങ്ങൾ 4 പേരുമാണ് ഇവിടെ ഉള്ളത്, പിന്നെ അവരെ 2 മക്കളും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് മസ്കാ ബണ്ണ് ഇവിടെ ട്രെൻഡിങ് ആവുന്നത്. കേരളത്തിൽ ഫുള്ള് മസ്കാ ബൺ തരംഗം. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെല്ലാവരും വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ, പ്രത്യേകിച്ചും നമ്മൾ ഗേൾസ്. അപ്പോൾ ഇങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും അളിയനും കൂടെ ഇങ്ങനെ പറഞ്ഞു, നമുക്കും ഒരു മസ്കാ ബൺ തുടങ്ങിയോ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഷോർട്സിൽ വരുന്ന കമൻറ്റിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ചെയ്യണം കൂടെ ഉണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ലെങ്തി ആകുമ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ലേ, ഒരേ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെന്താ, ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 2 മാസം അടുപ്പിച്ചാവാറായി. കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ പേര് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ട് വരുന്ന എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്.